നമസ്കാരം. 2025 എന്ന വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ നാം എത്തി നിൽക്കുകയാണ്. 2025 ആഗോള ക്രൈസ്തവ ലോകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച പ്രധാനപ്പെട്ട 12 സംഭവങ്ങൾ നമുക്കൊന്ന് നോക്കാം. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി വർഷമായിരുന്നു 2025. റോമിലെ ബസിലിക്കയുടെ കവാടങ്ങൾ തുറന്നതിലൂടെ ആഗോള സഭയിൽ 2025 ജനുവരി മുതൽ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജനുവരി 1 മേരി മേജർ ബസിലിക്കയിലെ വിശുദ്ധവാതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്നു. 2025 ഫെബ്രുവരി പകുതിയോടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തിൽ വത്തിക്കാനിൽ വലിയ ആശങ്കയുണ്ടാക്കി. ശ്വസന സംബന്ധമായ അണുബാധ മൂലം ഫെബ്രുവരി 14 മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്വാസകോശ അണുബാധയെ തുടർന്ന് റോമിലെ ജെമ്മലി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കി. ഏകദേശം 5 ദിവസത്തോളം അദ്ദേഹത്തിൻ്റെ എല്ലാ ഔദ്യോഗിക കൂടിക്കാഴ്ചകളും റദ്ദാക്കി. ഫെബ്രുവരി 18 ആരോഗ്യനില മെച്ചപ്പെട്ടെങ്കിലും വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. മാർച്ച് മാസത്തിൽ കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിൻ്റെ നിമിഷമായിരുന്നു. കണ്ണൂർ ജില്ലയിലെ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ 2013 നടന്ന സംഭവത്തെ, അത്ഭുതത്തെ വത്തിക്കാൻ ഔദ്യോഗികമായി ഒരു ദിവ്യകാരുണ്യ അത്ഭുതമായി അംഗീകരിക്കാൻ തീരുമാനിച്ചു. മാർച്ച് മാസത്തിൽ വത്തിക്കാനിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കുകയും മെയ് മാസത്തിൽ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. ഇന്ത്യയിൽ തന്നെ വത്തിക്കാൻ അംഗീകരിച്ച ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതമായിരുന്നു വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതം. ഏപ്രിൽ മാസത്തിൽ ക്രൈസ്തവരുടെ വിശുദ്ധവാരവും ഈസ്റ്ററും. ഈസ്റ്റർ സന്തോഷത്തിൽ ആയിരുന്ന ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത വിടവാങ്ങൽ ലോകത്തെ ഞെട്ടിച്ചു. മരണത്തിൻ്റെ തലേ ദിവസം, അതായത് ഈസ്റ്റർ ദിനത്തിൽ വിശ്രമത്തിലായിരുന്നിട്ടും വത്തിക്കാൻ സ്ക്വയറിൽ ഒത്തുകൂടിയ വിശ്വാസികളെ പോപ്പ് മൊബൈലിൽ യാത്ര ചെയ്ത് ആശീർവദിച്ചത് പാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ലോകം കേട്ടത് അദ്ദേഹത്തിൻ്റെ മരണവാർത്തയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ വളരെ ലളിതമായി ഫ്രാൻസിസ് പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തി. മറ്റു മാർപ്പാപ്പമാരിൽ നിന്ന് വ്യത്യസ്തമായി മേരി മേജർ ബസിലിക്കയിൽ അദ്ദേഹത്തെ അടക്കി. മെയ് മാസം സഭയിൽ മാതാവിനോടുള്ള പ്രത്യേക വണക്കത്തിൻ്റെ മാസമാണ്. കത്തോലിക്ക സഭയ്ക്കുള്ള മാതാവിൻ്റെ സമ്മാനമായി സഭയുടെ 267ാമത് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള കോൺക്ലേവിൽ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രുവോസ്റ്റ് പുതിയ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ലിയോ 14 എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ആഗോള കത്തോലിക്ക സഭയിൽ പുതിയ അധ്യായത്തിന് ആരംഭം കുറിച്ചു. 2025 നൈജീരിയയിലെ ക്രൈസ്തവ പീഡനം അതീവ ഗുരുതരമായ സാഹചര്യത്തിലായിരുന്നു. വർഷം മുഴുവൻ നീണ്ടുനിന്ന അക്രമ സംഭവങ്ങൾ ജൂൺ മാസത്തിൽ കൂടുതൽ രൂക്ഷമായി. ജൂൺ 13-14 തീയതികളിൽ ബെനു സ്റ്റേറ്റിലെ യെൽവാറ്റ എന്ന ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ 200-ലധികം ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടത്. ഇതാണ് ഈ വർഷത്തെ ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങളിലൊന്ന്. 2025 ഓഗസ്റ്റ് 10 പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2025 ആദ്യ 220 ദിവസങ്ങളിൽ മാത്രം നൈജീരിയയിൽ 7000-ലധികം ക്രൈസ്തവർ കൊല്ലപ്പെട്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ശരാശരി ഒരു ദിവസം 32 പേർ വീതമാണ് നൈജീരിയയിൽ കൊല്ലപ്പെട്ടത്. ജൂലൈ മാസത്തിൽ ഛത്തീസ്ഗഡിൽ നടന്ന 2 മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഭാരതം മുഴുവൻ ചർച്ചയായ ഒരു സംഭവമായിരുന്നു. പോലീസിനെ പോലും നോക്കുകുത്തിയാക്കി തീവ്ര ഹൈന്ദവ സംഘടനകൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മലയാളി കന്യാസ്ത്രീകളെ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തി അറസ്റ്റ് ചെയ്യിപ്പിച്ചത് ഭാരത ക്രൈസ്തവരെ ഏറെ വേദനിപ്പിച്ച സംഭവമായിരുന്നു. തുടർന്ന് കേരളം മുഴുവൻ നടന്ന പ്രതിഷേധം, പിന്നീട് അതിൽ കേന്ദ്ര സർക്കാരിന് പോലും ഇടപെടേണ്ടി വന്നു. ഓഗസ്റ്റ് മാസം 27-ാം തീയതി അമേരിക്കയിലെ മിനിയാപോളിസിലെ അനൻസിയേഷൻ കത്തോലിക്ക സ്കൂളിലുണ്ടായ വെടിവെപ്പ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്തയായി. വിദ്യാലയത്തിൽ കുർബാന നടക്കുമ്പോൾ ജനാലയിലൂടെ അക്രമി വെടിയുതിർക്കുകയും 2 കുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്തു. 17 പേർക്ക് പരിക്കേറ്റു. 2025 സെപ്റ്റംബർ മാസത്തിലാണ് ആഗോള കത്തോലിക്ക സഭയിലെ ആദ്യത്തെ മില്ലേനിയൻ വിശുദ്ധനായി കാർലോ അക്വിറ്റസിനെ ലിയോ 14 മാർപ്പാപ്പ വത്തിക്കാനിൽ പ്രഖ്യാപിച്ചത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിലൂടെ സുവിശേഷ പ്രചരണം നടത്തിയ കാർലോ അക്വിറ്റസിനെ ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. യുവാക്കൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ച ഒന്നായിരുന്നു ഈ ചടങ്ങ്. ഏപ്രിൽ മാസത്തിൽ നടക്കേണ്ട ചടങ്ങ് ഫ്രാൻസിസ് പാപ്പയുടെ മരണത്തെ തുടർന്ന് നീട്ടിവെക്കുകയായിരുന്നു. ഒപ്പം അമേരിക്കയിലെ
പ്രശസ്ത കൺസർവേറ്റീവ് ക്രിസ്ത്യൻ ആക്ടിവിസ്റ്റ് ചാർലി കിർക്ക് ഒരു യൂണിവേഴ്സിറ്റി പരിപാടിക്കിടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് സെപ്റ്റംബർ മാസത്തിലാണ്. അദ്ദേഹത്തിന്റെ മരണം പാശ്ചാത്യ രാജ്യങ്ങളിലെ യുവജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. അക്രമിയോട് ക്ഷമിക്കുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ എറിക്ക പ്രസ്താവിച്ചത് ക്രൈസ്തവ മൂല്യങ്ങളുടെ വലിയ സാക്ഷ്യമായി ലോകം ഏറ്റെടുത്തു. ഒക്ടോബർ മാസത്തിൽ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായ വിഷയമായിരുന്നു പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ അരങ്ങേറിയത്. സ്കൂളിൽ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിയുടെ മാത്രം ആവശ്യത്തെ തുടർന്ന് വലിയ തർക്കത്തിലേക്കും പിന്നീട് ചില മുസ്ലിം സംഘടനകളിലെ ഒരു വിഭാഗം ആളുകൾ സ്കൂളിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചതും തുടർന്ന് ഒക്ടോബർ 14 സ്കൂളിന് സംരക്ഷണം നൽകാൻ കേരള ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്വതന്ത്രമായ നടത്തിപ്പിനായി സഭ ശക്തമായി തന്നെ നിലകൊണ്ടു. ഹൈക്കോടതി ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളുടെ നടത്തിപ്പിനെ കുറിച്ച് പ്രശംസിച്ചതും ഈ ഒരു വിഷയത്തിൽ വലിയ ചർച്ചയായി. നവംബർ 8 കേരള കത്തോലിക്ക സഭയിലെ ആദ്യത്തെ സന്യാസിനിയും ഭാരതത്തിലെ ആദ്യത്തെ തദ്ദേശീയ കർമ്മലീത്ത സന്യാസിനി സഭയുടെ സ്ഥാപകയുമായ മദർ ഏലീശോയെ ആഗോള കത്തോലിക്ക സഭ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. എറണാകുളം വല്ലാർപ്പടം ബസിലിക്കയിൽ നടന്ന ചടങ്ങിൽ മാർപ്പാപ്പയുടെ പ്രതിനിധി വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നടത്തിയപ്പോൾ കേരള സഭയ്ക്ക് അത് അഭിമാനത്തിന്റെ നിമിഷങ്ങളായിരുന്നു. ഒപ്പം നവംബർ 21 നൈജീരിയയിൽ നിന്നുള്ള ഏറ്റവും വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു സെന്റ് മേരീസ് സ്കൂൾ ആക്രമണം. നൈജീരിയയിലെ നൈജർ സ്റ്റേറ്റിലുള്ള പാംപിരി സെന്റ് മേരീസ് കത്തോലിക്ക സ്കൂളിൽ സായുധ സംഘം ആക്രമണം നടത്തുകയും 300-ലധികം വിദ്യാർത്ഥികളെയും 12 അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ആക്രമണ സമയത്ത് തന്നെ 50ഓളം കുട്ടികൾ ഓടി രക്ഷപ്പെട്ടു. തടവിലാക്കപ്പെട്ട ബാക്കിയുള്ളവർ ഡിസംബർ മാസത്തിലാണ് ഘട്ടം ഘട്ടമായി മോചിപ്പിക്കപ്പെട്ടത്. ലിയോ പാപ്പയുടെ ആദ്യ അപ്പസ്തോലിക യാത്ര തുർക്കിയിലേക്ക് ആരംഭിച്ചത് നവംബർ അവസാന വാരമായിരുന്നു. അദ്ദേഹം തുർക്കിയിൽ നിക്ക സുനദോസിന്റെ 1700-ാം വാർഷിക സമ്മേളനത്തിനായി പുരാതന നിക്ക സന്ദർശിക്കുകയും എക്യുമെനിക്കൽ പാത്രിയാർക്കിസുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. തുടർന്ന് ലെബനനിലും അദ്ദേഹം സന്ദർശനം നടത്തി. പ്രത്യാശയുടെ ജൂബിലി വർഷത്തിന് ഡിസംബർ അവസാനത്തോടെ സമാപനമായി. റോമിലെ പ്രധാന 4 ബസിലിക്കകളിലെ വിശുദ്ധ വാതിലുകൾ അടയ്ക്കുന്ന ചടങ്ങുകൾ ആരംഭിച്ചു. ലോകം മുഴുവൻ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഭാരതത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നില്ല അവസ്ഥ. നോർത്ത് ഇന്ത്യയിൽ വ്യാപകമായി ക്രൈസ്തവർക്കെതിരെയും ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കും തിരുക്കർമ്മങ്ങൾക്കെതിരെയും വ്യാപകമായ ആക്രമണ പരമ്പരകൾ തീവ്ര ഹൈന്ദവ സംഘടനകളിൽ നിന്നും ഉണ്ടായത് ഭാരത ക്രൈസ്തവർക്ക് വലിയ മുറിവായി. ക്രിസ്മസ് ദിനത്തിൽ വൻ സുരക്ഷയിൽ പ്രധാനമന്ത്രി ഡൽഹി പള്ളിയിൽ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തെങ്കിലും ഭാരതത്തിലെ ക്രൈസ്തവർക്ക് ഈ സുരക്ഷ ഒരുക്കാത്തത് ഈ ആക്രമണങ്ങളെ അപലപിക്കാത്തതിലും വലിയ വിമർശനമാണ് പ്രധാനമന്ത്രി നേരിടേണ്ടി വന്നത്. 2025 ക്രൈസ്തവ ലോകത്തെ പ്രധാന 12 വാർത്തകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഈ വാർത്തകളിൽ ദുഃഖത്തിൻ്റെ വാർത്ത ഉണ്ടായിട്ടുണ്ട്, സങ്കടത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വാർത്ത ഉണ്ടായിട്ടുണ്ട്, ഒപ്പം പ്രത്യാശയുടെ വാർത്തകളും ഉണ്ടായിട്ടുണ്ട്. 2026 നമ്മൾ ചുവടുവെക്കുമ്പോൾ ഈ ഒരു പുതുവർഷം സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.